Welcome to Sarah's Entertainment Vlogs. അപ്പോൾ ഇത് ഞാനിന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത് ട്വിൻസ് ബാപ്റ്റിസത്തിൻ്റെ ഒരു പ്രിപ്പറേഷൻ വീഡിയോ പോലെ ചെയ്യുന്നതാണ്. അപ്പം 2 ക്രൗൺ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ബാസ്ക്കറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ക്വിക്കറായിട്ടൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം. വളരെ ഈസിയാണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇതുപോലെ ഞാനൊരു നൂൽക്കമ്പി ഒരു 4-5 നൂൽക്കമ്പി എടുത്തിട്ട് നന്നായിട്ടൊക്കെ പിരിച്ചെടുത്തു. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പം ഇതാദ്യം ഒന്ന് ചുറ്റിയെടുക്കുന്നത് ഇത് വൈറ്റ് ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കുകയാണ്. വൈറ്റ് ഒരു പപ്പട മഞ്ഞ ആ ഒരു കോമ്പിനേഷൻ, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അതിൽ ഓൾറെഡി ഇത് വലിഞ്ഞ് നമ്മുടെ ഗ്രീൻ ടൈപ്പ് പോലത്തെ തന്നെ സെയിം സാധനം തന്നെ, കളർ വ്യത്യാസമുള്ളൂ. അപ്പം ഇത് വലിഞ്ഞ് തന്നെ കിട്ടും. പശയൊക്കെ ഉണ്ട് ഇതിൽ. ഇതുപോലെ ചുറ്റി എടുത്ത് കൊണ്ടുവരിക. വളരെ ഈസി ആയിട്ട് ചെയ്യാം. വീഡിയോയിലൂടെ മനസ്സിലാവുന്നുണ്ടാവായിരിക്കും. അപ്പം നമുക്ക് വീടുകളിൽ ഇങ്ങനെ മാമോദിസ, അതുപോലെ ആദ്യ കുർബാന, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏകദേശം ഞാൻ അറൗണ്ട് ഫുള്ള് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. റെഡിമെയ്ഡ് റിങ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ കറക്റ്റ് സൈസൊക്കെ ആയിട്ട് റെഡി ആക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇതുപോലെ നൂൽക്കമ്പി ചുറ്റി വളച്ചെടുത്താലും മതിയാവും. അപ്പം ഞാൻ ഫോം ഫ്ലവേഴ്സ് ഒരു ഗോൾഡൻ പ്ലസ് വൈറ്റ് ആ ഒരു ഷെയ്ഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 ക്രൗണും ഒരേപോലെ ട്വിൻസ് അല്ലേ, അപ്പോൾ ഗോൾഡനും വൈറ്റും കൂടെ ഒരു 3 ഫ്ലവേഴ്സ് ഫോം ഫ്ലവേഴ്സാണിത്. അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം അത് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പം ഒരു വൈറ്റ്, അതിന് ശേഷം ഒരു ഗോൾഡൻ, അങ്ങനെയും വെക്കാം. ഞാനിപ്പം ഗോൾഡൻ കുറച്ച് കുറവ് എനിക്ക് കിട്ടിയത്, കടയിൽ ഉണ്ടായിരുന്നില്ല, ഒരുപാട് എടുക്കാനുണ്ടായിരുന്നില്ല. അപ്പം വൈറ്റ് ഒരുപാടുണ്ട്. അപ്പം ഗോൾഡൻ ഒത്തിരി അങ്ങോട്ട് ചിലവായി പോകുന്നില്ലാത്തതുകൊണ്ടായിരിക്കും, ഇങ്ങനെ മാമോദീസയ്ക്കൊക്കെ മാത്രമായിരിക്കും. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 3 വൈറ്റ് ഫ്ലവേഴ്സും പിന്നെ ഒരു ഗോൾഡനും വെച്ചിട്ടാണ് ഞാനിത് ഫുള്ള് ചുറ്റിയെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇടയിൽ കൂടെ ഒന്ന് ബീഡ്സ് വെച്ച് കൊടുക്കാം. അപ്പം നല്ല കളറുള്ള നല്ല ഭംഗിയുള്ള ബീഡ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഇത് ഗോൾഡനും വൈറ്റും ആയതുകൊണ്ട് വൈറ്റ് 2 ഫ്ലവർ വൈറ്റ് വെച്ചിട്ട് അതിന് ശേഷം ഇതുപോലെ ഗോൾഡൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗി വരും. അപ്പം ഞാനിതാ ഇതെല്ലാം ഫ്ലവറെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി വൈറ്റിനേക്കാളും ഭംഗി, നിങ്ങൾക്കും തോന്നുന്നില്ലേ, വൈറ്റിനേക്കാളും ഭംഗി ഗ്രീൻ ടേപ്പ് കവർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഫ്ലവറിൻ്റെ ആ ബീഡ്സിൻ്റെ ആ കമ്പികളെല്ലാം ഒന്ന് കവറായി കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ അങ്ങനെ ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. സൂക്ഷിച്ച് ചുറ്റിയാൽ മതി, കാരണം നമ്മൾ കമ്പിയിൽ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് കുഴപ്പമില്ല, അത് പോകത്തൊന്നുമില്ല. അങ്ങനെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഞാനിപ്പോൾ 2 ബോയ്സിനായിട്ട് ഇങ്ങനെ ഗോൾഡൻ പ്ലസ് വൈറ്റ് ഷെയ്ഡ് എടുത്തേക്കുന്നത്, ഷെയ്ഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ അതിന് പകരമായിട്ട് ലൈറ്റ് ബ്ലൂ യൂസ് ചെയ്യാം ബോയ്സിനാണെങ്കിൽ. അതുപോലെ ഒരു ബേബി ഗേള്, അടുത്തയാൾ ബോയ് ആണെങ്കിൽ പിങ്കിഷ് അല്ലെങ്കിൽ പീച്ച് കളർ പ്ലസ് വൈറ്റ് ഗേൾ ബേബിക്ക്, പിന്നെ ഓപ്പോസിറ്റ് ബോയ്ക്കാണെങ്കിൽ ബ്ലൂ, അങ്ങനെ യൂസ് ചെയ്യാം. നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ചുറ്റി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. 2ാമത്തെ നമ്മുടെ ക്രൗണും റെഡി ആവുന്നു. അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആവാനായി. അപ്പം ഭയങ്കര സന്തോഷം, 2 ക്രൗൺ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പം നമുക്കിങ്ങനെ വീട്ടിലുണ്ടാക്കാം, നല്ലൊരു സന്തോഷം, നമുക്ക് തന്നെ ഒരു സന്തോഷം. ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയല്ലോ. ഇപ്പം നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് 2 ക്രൗൺസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബേബീസിനായിട്ട്. ഇങ്ങനെ ഇനി ഞാൻ ബാസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് 2 ബാസ്ക്കറ്റ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ദിവസത്തേക്കായിട്ട് നമ്മൾ ഈ മാമോദിസയ്ക്കൊക്കെ ഉപയോഗിച്ചാൽ പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ വാടകയ്ക്ക് നമുക്ക് റെൻറ്റിനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മോളുടെ ഒരു ഉപയോഗിക്കാത്തൊരു ഫ്രോക്ക് കുഞ്ഞായി പോയായിരുന്നു, ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പോൾ ആ ഫ്രോക്കിൻ്റെ കുറച്ച് നെറ്റും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഈ 2 ബാസ്ക്കറ്റിനായിട്ട് ഉപയോഗിക്കാൻ പറ്റി.
ഒരെണ്ണം തയ്യാറാക്കുന്നത് ഇങ്ങനെയാണ്. നെറ്റിൻ്റെ അടിയിൽ തട്ടി ഞാനിങ്ങനെ സ്റ്റിച്ചൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ എടുത്തിട്ട് ഈ ബാസ്ക്കറ്റിൽ ഇങ്ങനെ വെച്ചൊന്ന് ജസ്റ്റ് ത്രെഡ് വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്യുകയാണ്. എല്ലാ വശവും ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ വരുമെന്ന്. അപ്പോൾ ഇത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് വശമൊന്ന് ഫിക്സ് ചെയ്ത് പോകാത്ത രീതിയിൽ കാണിച്ചു തരാം. റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ ട്വിൻസിൻ്റെ ട്വിൻ 1 ബേബിയുടെ ബാസ്ക്കറ്റ് ഇവിടെ റെഡിയായി. ഇതുപോലെ കംപ്ലീറ്റ് ആയില്ല, ജസ്റ്റ് നെറ്റൊന്ന് ഫിക്സ് ചെയ്തു. അപ്പോൾ കണ്ടില്ലേ അതിൻ്റെ സൈഡൊക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, അടിപൊളിയായിട്ടുണ്ട്. നമുക്കിതിൽ ഫ്ലവറൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കുറച്ചുകൂടെ ഭംഗിയാക്കി എടുക്കണം. അപ്പം ഇതൊരു ബാസ്ക്കറ്റ് ഞാൻ റെഡിയാക്കി ഒരു ഹാഫാക്കി വെച്ചു. ഇനി അടുത്ത ബേബിയുടെ ഇതുപോലെ ഉടുപ്പിൻ്റെ തന്നെ വേറൊരു ലേസ് ഭാഗം തട്ടായിട്ടൊരു ഉടുപ്പായിരുന്നു. അപ്പോൾ അതിങ്ങനെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റി. കണ്ടോ, ഇത് ഒരേപോലെ വരത്തില്ല, ട്വിൻസ് ആകുമ്പോൾ ഒരേപോലെ ബാസ്ക്കറ്റ് കിട്ട് വെക്കാൻ പറ്റത്തില്ല, കാരണം ഒരു ഉടുപ്പിൽ തന്നെ അങ്ങനെ എടുക്കുന്നതുകൊണ്ട്. എന്നാലും കുഴപ്പമില്ല, രണ്ടും നല്ല ഭംഗിയുള്ള 2 ബാസ്ക്കറ്റുകൾ ഉണ്ടാക്കാൻ പറ്റി. ഇത് കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി. ഇനി ഇതിൽ കുറച്ചുകൂടെ പണിയുണ്ട് ബാക്കി. അതിൽ അടുത്ത ഫ്രോക്കിൻ്റെ തന്നെ മെറ്റീരിയൽ തന്നെയാണിത്. അതിങ്ങനെ ഉള്ളിൽ കൂടെ വെച്ചു. അപ്പം ഒരു തട്ടിങ്ങനെ താന്ന് കിടക്കും, മറ്റേതിങ്ങനെ വൈറ്റായിട്ട് പിന്നെ പൊന്തിയിരിക്കുമ്പോൾ നല്ല രസമാണ്. അത് ഒന്ന് ത്രെഡ് വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ ഇതാ 2 ബാസ്ക്കറ്റും ഏകദേശം ഒരു ഹാഫ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കും അടുത്ത സെക്കൻഡ് ട്വിന്നിൻ്റെ ബാസ്ക്കറ്റ്. ഇതാ ഇങ്ങനെയാണ് ഇതുപോലെ. ഇനി ഞാൻ അതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നിയൊരു ഫ്ലവറും കൂടെ വെച്ച് കൊടുത്താൽ നമ്മൾ ആ ത്രെഡ് ചെയ്തത് കാണത്തില്ല. നല്ല പിങ്ക് ഒരേപോലെ ഫ്ലവർ ഈ ബാസ്ക്കറ്റിനുള്ളിൽ ഇതുപോലെ ഞാൻ ഫ്ലവർ വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ ട്വിൻ 1 ബേബിയുടേതിലും ഞാനതുപോലെ തന്നെ ഈ സെയിം ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ത്രെഡ് നമ്മൾ ഫിക്സ് ആക്കിയത് കാണത്തുമില്ല, നല്ല ഫിനിഷിംഗ് ആയിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഞാൻ ഫോം ഫ്ലവർ മേടിച്ചതുകൊണ്ട് അത് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട്. ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അതവിടെ ഫിക്സ് ആയിട്ടിരുന്നോളും. ഇതുപോലെ ഒന്ന്
അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയില്ലേ, ചുറ്റിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓരോ ഫ്ലവർ വെച്ച് കൊടുത്തപ്പം. അപ്പോൾ അതാ സെക്കൻഡ് ബേബിയുടേതും അല്ല ഫസ്റ്റ് ബേബിയുടെ അതുപോലെ ഉൾഭാഗത്ത് ആ സെയിം റോസ് ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുത്തു. അതിനുശേഷം നേരത്തെ പോലെ തന്നെ ഫോം ഫ്ലവർ വന്ന് അത് മിക്സ്ഡ് എല്ലാ കളറും വെച്ച് കൊടുക്കുന്നുണ്ട്. പീച്ച്, റെഡ്, വയലറ്റ് എല്ലാം ഒന്ന് വെച്ച് കൊടുക്കുന്നു. രണ്ട് ബാസ്ക്കറ്റും ഇവിടെ റെഡിയായി. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കയ്യിലിങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരുപാട് ചിലവൊന്നുമില്ല. 2 ബാസ്ക്കറ്റ് 2 ക്രൗൺസ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. കാണിച്ചു തരാം മൊത്തം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ ലുക്കെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ 2 ബാസ്ക്കറ്റും കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഒരേപോലെ ബാസ്ക്കറ്റ് വന്നില്ല, എന്നിരുന്നാൽ പോലും ഒരേപോലെ തന്നെയാണ്, ഒരേ ഷെയ്ഡ്, ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല. ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോസ്. വീഡിയോസൊക്കെ എല്ലാവരും കാണണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു. ടാറ്റാ.